ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 10-ാം ദിനമായ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ള വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ. 1 കൊരിന്ത്യർ 13 4 മുതൽ 10 വരെ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചികർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാട് ഉതിർന്നു പോകുകയില്ല. പ്രവചനം വരുമ്പോൾ അത് നീങ്ങിപ്പോകും, ഭാഷ വരുമ്പോൾ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തെക്കുറിച്ച് അതിൻ്റെ ആഴവും പരപ്പവും വിവേചിച്ചു നൽകുന്ന വേദഭാഗമാണ് ഇന്ന് നാം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത്. അതിൽ ഒന്നാമതായി സ്നേഹം നിസ്വാർത്ഥം ആയിരിക്കണം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. നിസ്വാർത്ഥ സ്നേഹത്തിന് മാത്രമേ നമുക്ക് ക്ഷമയും ദയയും കാണിക്കുവാൻ സാധിക്കൂ. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നിസ്വാർത്ഥമായിട്ടാണ്. അതിനാലാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി യാഗമായത്. സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എളിമ ഉള്ളവർ ആവുക എന്നത്. ദൈവസ്നേഹത്തിൻ്റെ സത്യം തന്നെ താഴ്മയും എളിമയുമാണ്. ദൈവപുത്രനായിട്ട് കൂടി മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ വീണ്ടെടുപ്പിനായി ക്രൂശിലെ സ്നേഹത്തോളം തന്നെ താഴ്ത്തി ദൈവസ്നേഹത്തിൻ്റെ എളിമ നമുക്ക് കാണാം. ദൈവസ്നേഹത്തിൻ്റെ അംശങ്ങളായി നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിലെ നിഗളവും സ്വാർത്ഥതയും ഉപേക്ഷിച്ച് ദോഷം കണക്കിടാതെ യോഗ്യമായ രീതിയിൽ നടക്കുവാൻ ശ്രമിക്കണം. മൂന്നാമത്, സ്നേഹം സത്യ അന്വേഷണത്തിലേക്ക് നയിക്കുന്നു. ഇന്ന് ലോകത്ത് നോക്കിയാൽ എല്ലായിടവും സ്നേഹം കാണാം. എന്നാൽ കാണുന്ന സ്നേഹങ്ങളെല്ലാം സത്യമാകണമെന്നില്ല. കാപ്പട്യം നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവസ്നേഹം നമ്മെ സത്യ അന്വേഷകരാകാൻ പ്രേരിപ്പിക്കുകയാണ്. ദൈവസ്നേഹം അനീതിയെ നമ്മെ കാത്തു പരിപാലിക്കും, സത്യത്തിൽ നടപ്പാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യും. ഈ നോമ്പ് നാളുകളിൽ ദൈവസ്നേഹം തിരിച്ചറിയുവാനും ആ സ്നേഹത്തിലൂടെ നിസ്വാർത്ഥതയും എളിമയും സത്യവും പകരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നിന്നിൽ വസിക്കുന്ന ഞങ്ങൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം പിന്തുടരുവാനും അത് നിലനിൽക്കുവാനും സഹായിക്കണമേ. ആമേൻ.